Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. നമുക്കിന്ന് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും കമൻറ്റും തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എപ്പോഴും നമ്മുടെ ചാനലിലെ കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കോഴിയായിട്ട് വാങ്ങുന്ന സമയത്ത് നമ്മൾ പീസാക്കി കഴിയുമ്പോൾ ഇതുപോലെയുള്ള ദശകഷ്ണങ്ങൾ വരാറുണ്ട്. നമുക്കത് പലർക്കും എല്ലോട് കൂടിയ കഷ്ണങ്ങളാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇത്തരം കഷ്ണങ്ങൾ കറിയിലിടുമെങ്കിലും കഴിക്കൽ കുറവാണ്, ഈ മാംസം മാത്രമുള്ള കഷ്ണങ്ങൾ. അപ്പോൾ നമുക്ക് അത്തരം കഷ്ണങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ അതൊരു കട്ട്ലേറ്റോ സമൂസയോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കിലോളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പച്ചമുളക് 8 എണ്ണം, ഇഞ്ചി അത്യാവശ്യം വലിയ കഷ്ണം, കരിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് ഒരു 3 എണ്ണം ഞാനിവിടെ ഇടത്തരം നോക്കി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഒരു സവാള. അതിനുശേഷം നമുക്ക് കട്ട്ലേറ്റ് പാറ്റേൺ ചെയ്ത ശേഷം നമുക്ക് മുക്കി പൊരിക്കാൻ ബ്രെഡ് ക്രംസും എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ കുരുമുളകും പച്ചമുളകും ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുത്ത ശേഷം ചിക്കൻ ഒന്ന് വേവിക്കാം. അതിനുശേഷം നമുക്ക് പൊട്ടറ്റോയും ഒന്ന് പുഴുങ്ങിയെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കില്ല. ആദ്യം തന്നെ ഇഞ്ചിയും കുരുമുളകും പച്ചമുളകും കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരയ്ക്കണം എന്നില്ല, എങ്കിലും ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കേണ്ടതുണ്ട്. കണ്ടോ? ഇതിനി നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്ത് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായി വെന്ത് കിട്ടേണ്ടതുണ്ട്. ഒരു 4 എയർ കേൾക്കുന്ന രീതിയിൽ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഒരു 4 എയർ കേൾക്കുന്ന രീതിയിൽ നമുക്ക് വേവിക്കാം. കാരണം അത്യാവശ്യം നല്ലപോലെ തന്നെ ചിക്കൻ വെന്ത് കിട്ടേണ്ടതുണ്ട്, ഉടച്ചെടുക്കുന്ന രൂപത്തിൽ. ഇനി നമുക്ക് മറ്റൊരു കുക്കറിൽ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുക്കാം. ഒരു 2 എയർ കേൾക്കുമ്പോഴേക്കും ഉരുളൻകിഴങ്ങ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അത് ഉടച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. തുറന്നു നോക്കാം. നല്ല പോലെ വെന്തിട്ടുണ്ട് ചിക്കൻ. കണ്ടോ? നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ പാകത്തിന് ചിക്കനും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം തന്നെ തണുക്കാൻ വയ്ക്കാം. തണുക്കാൻ വെച്ച ശേഷം അതിലെ എല്ലിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയ ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ മസാല ഒട്ടും കളയരുത് കേട്ടോ. ഈ മസാല നമുക്ക് ആവശ്യമുണ്ട്. തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ? നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതും കൂടി നല്ല പോലെ ഊറ്റി കളഞ്ഞ ശേഷം നമുക്ക് അതൊന്ന് ഉടച്ചെടുക്കാം. കുറച്ച് വെള്ളമുണ്ട്, അത് നമുക്ക് ഊറ്റിക്കളയാം. അതിനുശേഷം നമുക്ക് കുക്കറിൽ കിടന്ന് തന്നെ ഉരുളൻകിഴങ്ങ് നല്ലപോലെ ഉടച്ചെടുക്കാം. ചൂടോടുകൂടി തന്നെ ഇരുന്നോട്ടെ, അതിൽ എടുത്ത് മാറ്റണം എന്നില്ല, കുക്കറിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പോഴേക്കും നമ്മൾ ഈ ചിക്കൻ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കാം മീൻസ് ഒരുപാട് പേസ്റ്റായിട്ടല്ല, ഒന്ന് ഒതുക്കിയെടുക്കാം എന്നുള്ളതാണ്. കണ്ടോ? നല്ലപോലെ ഒന്ന് ഒതുക്കിയെടുത്തു. ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം.
മസാല ചേർക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുക്ക് ചെയ്ത് തുടങ്ങാം. ഒരു കടായി വയ്ക്കാം. കടായിലേക്ക് 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുന്ന നേരം കൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചോപ്പ് ചെയ്ത പോലെ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. കണ്ടോ, ഇതുപോലെ അരിഞ്ഞെടുത്തു. ഇനി എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ സവാള എണ്ണയിലേക്കിട്ട് വഴറ്റിയെടുക്കാം. പച്ചമണം മാറി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും അത്രയും വഴറ്റിയാൽ മതി. ഒരുപാട് പേസ്റ്റായ രൂപത്തിൽ നമുക്ക് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങുണ്ടല്ലോ, ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇത്രയും വഴങ്ങി കിട്ടിയാൽ മതി സവാള. ഇനി ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച മസാല ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടത്തെ തന്നെ ചിക്കൻ നന്നായിട്ട് പൊടിച്ചു വെച്ചത് അതും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉരുളൻകിഴങ്ങും ചിക്കനും മസാല എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് ഉടച്ച് ചേർക്കുക എല്ലാം കൂടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഉടച്ച് ചേർക്കാം. കരിഞ്ഞു പിടിക്കാത്ത രീതിയിൽ ചെറുതീയിൽ വെച്ചിട്ട് വേണം ഉടച്ച് ചേർക്കാനായിട്ട്. ഒരു തണ്ട് കരിവേപ്പില ഒന്ന് ചെറുതായിട്ട് കീറി അതും ഇട്ട് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് പാകത്തിന് കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് എങ്കിൽ കൂടിയും കിഴങ്ങ് ചേർത്തപ്പോൾ ഉപ്പിൻ്റെ അളവ് ചിലപ്പോൾ കുറഞ്ഞു കാണും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉടച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. നല്ല പോലെ ഉടച്ച് ചേർക്കാം. കണ്ടോ, ഇപ്പോൾ പാകമായിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത മസാലപ്പൊടികളെല്ലാം കൂടി ചേർന്ന് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ആക്കുന്നതിന് മുമ്പ് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ആറാൻ വെച്ച ശേഷം നന്നായി കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിനി ഷേപ്പാക്കി തുടങ്ങാം. ഞാനൊരു ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇത് കുറച്ച് ചൂടുണ്ടല്ലോ, ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഷേപ്പാക്കുന്നത്. അപ്പോൾ ഇത് ചൂടോടുകൂടി പൊട്ടാറ്റോ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ ഒരു സുഖമാവില്ല നമുക്ക് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈവച്ച് ഷേപ്പാക്കുന്ന സമയത്ത് ഒരു ഗ്ലൗസ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മോൾഡ് വെച്ചാണ് നമ്മൾ ഷേപ്പാക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ പ്ലേറ്റിലേക്ക് നിരത്തി വെച്ചിട്ട് മോൾഡിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഞാൻ കൈവച്ചാണ് ഷേപ്പ് ചെയ്യുന്നത്. കണ്ടോ, അതാണ് കുറച്ചുകൂടെ ഈസിയും പെട്ടെന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് എടുക്കാനും പറ്റും. ഇതുപോലെ എല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് ചെറുതുമല്ല, എന്നാൽ അത്യാവശ്യം വലിപ്പമുണ്ട് ഇതിന്. ഓരോ അളവിൽ നമുക്ക് സൈഡ് ഇങ്ങനെ പിടിച്ച് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. പൊട്ടിപ്പോവാതെ നോക്കണം കേട്ടോ. പൊട്ടിപ്പോവാൻ ചാൻസ് കുറവാണ്, കാരണം പൊട്ടാറ്റോ ഒക്കെ നല്ല പോലെ വെന്ത് ഉടച്ച് ചേർത്തേക്കല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് പൊട്ടാനുള്ള ചാൻസ് കുറവാണ്. എങ്കിൽ കൂടിയും സൈഡ് നമ്മൾ ചേർത്ത് പിടിച്ചിങ്ങനെ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഒരളവ് നമ്മൾ കയ്യിൽ ഇങ്ങനെ ഉണ്ട എടുക്കുന്നതിന് ഒരളവ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ അളവിൽ തന്നെ നമ്മൾ എപ്പോഴും ഷേപ്പ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അളവിൽ തന്നെ കിട്ടാനായിട്ട്. അപ്പോൾ അളവ് വ്യത്യാസം വരില്ല, ഒരേ ഷേപ്പിൽ തന്നെ എല്ലാം നമുക്ക് കിട്ടും. മോൾഡ് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ കൈ വെച്ച് ഷേപ്പ് ചെയ്യുമ്പോൾ ഒരേ അളവിൽ തന്നെ നമുക്കത് കിട്ടാൻ എളുപ്പമാണ്. എല്ലാം നമുക്കങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കാം. കണ്ടോ, ഏകദേശം എല്ലാം തന്നെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു മുട്ടയും 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു മുട്ട മതി കേട്ടോ. ഒരു മുട്ടയും 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടി ചേർക്കുക. മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
കണ്ടോ? ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം തന്നെ നമുക്ക് കട്ട്ലേറ്റ് ഓരോന്നെടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. അതിന് ശേഷമാണ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ചേർത്ത് രണ്ടാമത് മുക്കിയിട്ട് പിന്നെ ഡയറക്റ്റ് നമ്മൾ പൊരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ആദ്യമൊന്ന് നമ്മൾ ഈ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുത്ത ശേഷം രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ മുക്കി നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡയറക്റ്റ് നമുക്ക് മുട്ടയിലേക്ക് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിച്ചും എടുക്കാം. അതിനൊന്നും വിഷയമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്രിസ്പിനെസ് കൂടുതൽ കിട്ടും, ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഡയറക്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിങ്ങനെയൊന്ന് ചെയ്ത് വെച്ചാൽ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മുട്ടയുടെ വെള്ളയിലൊക്കെ മുക്കിയെടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കുക. ഇനി നമുക്ക് പൊരിക്കാനെടുക്കാം. കണ്ടോ? ആദ്യം നമ്മളൊന്ന് ഒരു കോട്ടിങ് ഇട്ട് കൊടുത്ത ശേഷം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഫസ്റ്റൊക്കെ ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് നമ്മൾ കട്ട്ലേറ്റ് ഷേപ്പ് ആക്കിയ ശേഷം ഡയറക്റ്റ് മുട്ടയിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്ത് പൊരിക്കുക, അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് രണ്ടാമത് ഇങ്ങനെ ചെയ്തപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടും നല്ല ക്രിസ്പിനെസ് ഒട്ടും പോവാതെ തന്നെ കുറേ നേരമായിട്ട് ഇങ്ങനെ ക്രിസ്പിനെസ് അത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതും കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എല്ലാം നമ്മൾ ബ്രെഡ് ക്രംസ് മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി, വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് മൊരിച്ചെടുക്കുന്നത്. ഒരു 2 മിനിറ്റിനുള്ളിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് കിട്ടും. കണ്ടോ? ഇനി നമുക്ക് അരിപ്പക്കയിൽ കോരിയെടുത്തിട്ട് വീണ്ടും ഫ്രൈ ചെയ്ത് വീണ്ടും കോരിയെടുത്ത് വീണ്ടും ഫ്രൈ ചെയ്ത് ഒരു ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. കണ്ടോ? ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെയൊന്ന് ചെയ്യണം. ഒന്ന് കോരിയെടുക്കുക, വീണ്ടും ഫ്രൈ ചെയ്യാനായിട്ട് ഇടുക എണ്ണയിലേക്ക്, വീണ്ടും ഫ്രൈ ചെയ്യുക. 2-3 ആവർത്തി ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ കരിയാതെ തന്നെ അതിൻ്റെ കളർ നഷ്ടപ്പെടാതെ നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് കിട്ടും. കണ്ടോ? ഭയങ്കര ടേസ്റ്റിയാണ്. നല്ല ഒരു വൈകുന്നേരത്തെ സ്നാക്സാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക്. കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും കടയിൽ നിന്ന് വാങ്ങുന്നതിനെ വേണ്ടാന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എണ്ണ അത്ര നല്ലതായിരിക്കില്ല. വീണ്ടും വീണ്ടും ആവർത്തി അവർ ഉപയോഗിച്ച എണ്ണയായിരിക്കും മിക്കവാറും ഇങ്ങനെ പൊരിച്ച ഐറ്റംസിന് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് വയറിന് കേടുവരും. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വിശ്വാസത്തോടു കൂടി കൊടുക്കാൻ പറ്റുമല്ലോ മക്കൾക്ക്. അതുകൊണ്ടിട്ടാണ് ഞാൻ ആ ഒരു കാര്യത്തിനെ കൂടുതലും കൂടെ പ്രൊമോട്ട് ചെയ്യാത്തത്, കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന്. വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ ചെയ്യാം, വളരെ ടേസ്റ്റിയുമാണ്. കണ്ടോ? എല്ലാം നമ്മളിതുപോലെ പൊരിച്ചു കോരി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നൊന്നിലും ഒരയുമ്പോഴുള്ള ശബ്ദം കണ്ടോ? അത്ര ക്രിസ്പിയാണ്, നല്ല പോലെ ക്രിസ്പി ആയിട്ട്. കണ്ടോ? വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഈവനിങ് പലഹാരമാണ് കട്ട്ലേറ്റ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഞാൻ വീണ്ടും ആവർത്തി പറയുന്നു. അപ്പം അടുത്ത ദിവസം പുതിയൊരു വിഭവമായിട്ട് വീണ്ടും നമുക്ക് വരാം. അപ്പോൾ അതുവരെയും എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്. എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.